ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് കറണ്ടിന് പ്രശ്നമുണ്ട്, വോൾട്ടേജിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ ഫോണിൽ ചാർജ് വരുന്നില്ല, അതുപോലെ തന്നെ ലൈറ്റൊന്നും വർക്ക് ചെയ്യണില്ല കേട്ടോ. ചെറിയ ഏറ്റവും കുറഞ്ഞ 3 വാൾട്ടിൻ്റെ ബൾബ് മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ. അത്ര മാത്രമേ വർക്ക് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. KSEBക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ. 2 ദിവസമായിട്ട് കറണ്ടിൻ്റെ പ്രശ്നം. ആദ്യം വന്നു, തലേ ദിവസം ഇങ്ങനെ വോൾട്ടേജിൻ്റെ പ്രശ്നം വന്ന് അങ്ങനെ പോയി കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോൾ വന്നു അവർ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ. എല്ലായിടത്തും കംപ്ലൈൻ്റ് ഉണ്ട്, അപ്പോൾ ഓരോ ഭാഗത്തേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി എത്തി, ഒരു 10-11 മണിയോട് കൂടിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എത്തി വന്നു. പിന്നെ അവർ വന്നു പോയതിന് ശേഷം കറണ്ട് വന്നു കേട്ടോ. ആ ഒരു ടൈമിൽ വേഗം മോട്ടറൊക്കെ ഇട്ടു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് വെള്ളം തീർന്നിട്ടില്ല, എങ്കിൽ കൂടി മോട്ടർ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ മോട്ടർ ഇട്ടു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും കറണ്ട് പോക്കും കാര്യങ്ങളൊക്കെ ആയി നിന്നു കേട്ടോ. പക്ഷെ പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. പകലായതുകൊണ്ട് തന്നെ ലൈറ്റിൻ്റെ ആവശ്യമായാലും അത് മോട്ടറിൻ്റെ ആവശ്യമായാലും പിന്നെ അത്ര അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുതലാണ് നമുക്ക് കറണ്ട് ആവശ്യം വന്നപ്പോൾ മുതലാണ് വീണ്ടും ഇത് ശ്രദ്ധിച്ചത്. അപ്പോൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കണത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ ഒരു പ്രശ്നമാണ്, ഒരു ലൈനിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അടുത്ത വീട്ടിലുണ്ട് കേട്ടോ, വോൾട്ടേജ് ഉണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഒരു ലൈനിൽ മാത്രമേ കുഴപ്പമുള്ളൂ. അത് റെഡിയാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ ഒരു വോയിസ് കൊടുക്കണത് ഇന്നാണ് കേട്ടോ, ഇന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. ഈ ഒരു നിമിഷം വരെ നമുക്ക് വോൾട്ടേജ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടെ വിളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ ഞാൻ വീഡിയോ സെറ്റാക്കി ഇടാനോ എന്ന് വിചാരിച്ചു. പിന്നെ ഫോണിൽ ചാർജ് ആവാൻ കാരണം ഇന്നലെ ഞാൻ ഫോൺ കുത്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചാർജ് വരില്ല, ചാർജ് കയറുന്നില്ല കേട്ടോ. അങ്ങനെയായിരുന്നു. പക്ഷേ രാത്രി ഞാൻ ഒന്ന് കുത്തിവെക്കുന്ന സമയത്ത്, ചാർജിലിടുന്ന സമയത്ത് ചാർജ് കയറുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് രാവിലെ ആയപ്പോഴേക്ക് ചാർജ് ആയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസ് മാത്രമേ എനിക്ക് ഓരോ ഭാഗത്തുനിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. ഇന്നലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ, പിന്നെ ഇന്നലെ സ്കൂളിൽ പോകണമെന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകാൻ വേണ്ടി നടന്നില്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്തു, ഞാനും മനുവും കൂടെ യൂണിഫോമിൻ്റെ പാൻറ്റ് റെഡിമെയ്ഡ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും മാത്രമേ പോയുള്ളൂ കേട്ടോ. അത് ഏകദേശം ഒരു 2:30 ആയപ്പോഴാണ് പോയത് തന്നെ. മഴയാണ് എങ്കിൽ കൂടി ഇവിടെ നിന്ന് ഞങ്ങൾ കുട എടുത്തു. എന്നിട്ട് മഴയില്ലാത്ത സമയത്ത് വേഗം അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോയി. എന്നിട്ട് പിന്നെ ബസ് കയറിയ സമയത്തൊന്നും മഴ പെയ്തില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോഴും കുഴപ്പമുണ്ടായിരുന്നില്ല. അതുപോലെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനൊക്കെ കയറി. അങ്ങനെ പാൻറ്റൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. പാൻറ്റൊക്കെ എടുത്തു, പക്ഷെ അത് ശരിയായില്ല, എന്തോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ യൂണിഫോമിൻ്റെ പാൻറ്റ് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്, റെഡിമെയ്ഡ് ആയിട്ടുള്ളത്. പിന്നെ കളറിൽ അല്ലാതെ യൂണിഫോമിൻ്റെതല്ലാത്ത ക്ലോത്തിലുണ്ടാവുമല്ലോ, അത് പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കാൻ, കുറേ ആയില്ല അടിക്കാതിരിക്കണു. അപ്പോൾ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ട് 2 ക്ലോത്തും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിറ്റ് നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കില്ലേ, അങ്ങനെയുള്ള പീസ്, അജ്രാക്കിൻ്റെ പീസും കൂടെ 2 എടുത്തു കേട്ടോ. മഴയൊക്കെ അല്ലേ, വേഗം ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ അതടിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വേണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അടുക്കളയിലുള്ള വിശേഷങ്ങൾ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കറണ്ട് പോകുന്നുമുണ്ട് വരുന്നുമുണ്ട് കേട്ടോ. അങ്ങനെ ഫോണിലുള്ള ഫ്ലാഷ് ഓൺ ചെയ്തിട്ടൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ രാവിലെ ചായയൊക്കെ കുടിച്ച് എന്താണ് ഉണ്ടാക്കിയത്, പുട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചായക്ക് രാവിലെ പുട്ടും അതുപോലെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഒക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ഒരു ടൈമിലും കറണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, വോൾട്ടേജ് കുറവാണ് കണ്ടല്ലോ അല്ലേ. പിന്നെ ഞങ്ങളിതേ പോയി വന്നു കേട്ടോ. ഞാനും മനുവൊക്കെ പോയി വന്നതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിപ്പോൾ ഇവിടെ പകലാണെങ്കിൽ കൂടി വെളിച്ചം കിട്ടണില്ല കേട്ടോ. രാത്രി ആയതുപോലെയാണ് വെളിച്ചമൊക്കെ ഉള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ വന്നപ്പോഴേക്ക് ഞാനും മനുവും കൂടെ ടൗണിൽ പോയി വന്ന ആ ഒരു ടൈമിൽ ഇവർ എള്ളുമിഠായി ഉണ്ടാക്കാൻ വേണ്ടി നോക്കി കിട്ടും. അപ്പോൾ എന്താ ചെയ്തതെന്നറിയോ,
കറുത്ത എള്ളില്ലേ, ആ എള്ളിൽ കല്ലുണ്ടായിരുന്നു കേട്ടോ. ഇവർ അരിക്കൊന്നും ചെയ്തില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതിൽ കല്ലുണ്ടായിരുന്നു. ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ആദ്യം ഉണ്ടാക്കിയ സമയത്തൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് വേറെയാണേ. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി. കല്ലുണ്ടോയെന്നുള്ളതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഏതായാലും അതൊക്കെ ഉണ്ടാക്കി പിന്നെ നോക്കി കഴിക്കാൻ നേരത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ കല്ലുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അത് കളയുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അങ്ങനെ തോന്നുക കേട്ടോ. നമുക്ക് ഉച്ചയ്ക്കുള്ള കറി ഉപ്പേരി ഒന്നും പോരാ, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം എന്ന് തോന്നിയ സമയത്ത് ഞാൻ വേഗം എന്ത് ചെയ്തു, മുരിങ്ങ പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമറാമാൻ മനുവാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുടയൊക്കെ എടുത്തിട്ട് ഇറങ്ങി. അപ്പൂസ് മുറ്റത്തേക്ക് ഇറങ്ങാൻ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണേ. അപ്പോൾ അങ്ങനെ ദേ ഈ മുറ്റത്തുള്ളത് തന്നെയാണ് പൊട്ടിച്ചെടുക്കണത്. അങ്ങനെ അതെടുത്തു. കണ്ടപ്പോഴേക്ക് കറണ്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെടുത്തു. പിന്നെ ഞാനും അപ്പൂസും കൂടിയാണ് മുരിങ്ങ കൂരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിലൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഊരി കഴിഞ്ഞു. പിന്നെ ഞാൻ ഫ്ലാഷ് ഓണാക്കി. അങ്ങനെയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ അപ്പൂസ് വന്നിട്ട് ഏതായാലും വെളിച്ചമല്ല, അപ്പം വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വാച്ച് എടുത്ത് കെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പൂസിനെ കൊണ്ടുപോകാതെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ രാവിലെ അടയാണ് ഉണ്ടാക്കിയെടുക്കണത് കേട്ടോ. ഇതും ഈ പറഞ്ഞതുപോലെ ഈ ഒരു ബൾബ് മാത്രം വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. 3 വോൾട്ടിൻ്റെ ബൾബ് മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് അടുക്കളയിൽ ഇടുന്നതല്ല. പക്ഷെ ഞാൻ വേറെ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഇത് അടുക്കളയിൽ കൊണ്ടുവന്നിട്ടതാണ് കേട്ടോ. അവിടെ ഒന്നും വെളിച്ചമില്ലേ. അപ്പോൾ ഇത് അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണി 7 മണി ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ അതേ അതിൽ ആദ്യം ഉണ്ടാക്കിയത് ശർക്കരയും തേങ്ങയും വെച്ചിട്ട് തന്നെയായിരുന്നു. പിന്നെ നോക്കുമ്പോൾ എന്ത് ചെയ്തു, ഇത് തികയുന്നില്ല കേട്ടോ. അതിൽ ഞാൻ കുറച്ചും കൂടെ തേങ്ങ എടുത്തിട്ട് പഞ്ചസാര ഇട്ടു. കാരണം ശർക്കരയ്ക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. അത് അരിഞ്ഞിട്ട് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ഞാൻ എങ്ങനെയോ അരിഞ്ഞ് വെച്ചതായിരുന്നേ. പിന്നെ അതേ ഞാൻ ബാക്കിയുള്ളതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറച്ചല്ലേ, 2-3 എണ്ണത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ പഞ്ചസാര കൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഏതായാലും വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് പോവണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആദ്യം കുറേ അട്ടിക്കൊന്നും വെച്ചില്ല, ഒരൊറ്റ ലെയറായിട്ട് വെച്ചിട്ട് അത് ഞാൻ വേഗം ആക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ അതേ കാണിച്ചു തരാം കേട്ടോ. കുറേ ദിവസമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ രാവിലെ ഇന്ന് ഇത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയില്ല, ഷുഗർ കുറയുന്നതുകൊണ്ടായിരിക്കാം മധുരം കഴിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം വേറെ അങ്ങനെ മധുരം ഒന്നും എടുത്ത് കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇത് രണ്ടാമത്തെ ട്രിപ്പ് അടയും കൂടെ ഞാനൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഴയാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, ചോരുന്നുണ്ട്, വീണ്ടും പെയ്യുന്നുണ്ട്, അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ചാനലിലുള്ള ആൾ തന്നെയാണ്. ആൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ബായ്.